ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവയിലെ അദ്ദർസു റാബിയ വൈഷ്റൂൻ 24ാമത്തെ പാഠമായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? ചിത്രത്തിൽ എന്താ കാണുന്നത്? മങ്കി, കുരങ്ങ അല്ലേ, മങ്കി. അപ്പോൾ അതിൽ നമ്മൾ അറബിയിൽ എന്താണ് മങ്കിക്ക് പറയുക, അതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണെന്നൊക്കെ നമ്മൾ നോക്കിയാലോ? പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിർദുൻ, കിർദുൻ, കാഫാണ്. നമ്മൾ ഫ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു അല്ലേ? അതുപോലെ കാഫ് 2 പുള്ളിയാണ് വരുന്നത്. കാഫ്, കിർദുൻ, കിർദുൻ. അപ്പോൾ കാഫ് നമുക്ക് കാഫ് പഠിക്കാനുണ്ട്. കാഫ്, കാഫ്, അങ്ങനെ 2 രീതിയിലാണ് കാഫുകളുടെ ഉച്ചാരണം. കാഫ്, കാഫ്, കിർദുൻ. അടുത്തതാ കാഫ്. കാഫ് വ്യത്യസ്ത ഹർക്കത്തോട് കൂടി വരുന്നത് ഖസ്റുൻ, ഖസ്റുൻ, ഖുദ്സുൻ, ഖുദ്സുൻ, ഖിസ്റുൻ, 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 സഖറുൻ, സഖറുൻ, ഖ ഖു ഖി ഖ്, സഖ്. ബഖാഉൻ, ബഖാഉൻ, ഖാ. സുക്കൂറുൻ, ഖൂ. ഫഖീറുൻ, ഖീ. ഐന്, അറഖുൻ, സബ്കൻ, കൻ, ഫതഹ തൻവീൻ, കൻ. ഇത്ഖിൻ, ഖിൻ, ഇത്ഖിൻ, ഖിൻ, ഇത്ഖിൻ, ഖിൻ. ഖാ ഖൂ ഖീ ഖുൻ കൻ കിൻ. മനസ്സിലാക്കട്ടോ? ഖാ ഖൂ ഖീ റുക്ക്, റുക്ക്. ഖാ ഖൂ ഖീ കൻ കുൻ കിൻ. കാഫ്. കാഫ് എഴുതുന്ന രീതി മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞൊരു ഫ എഴുതിയ പോലെ തന്നെ 2 പുള്ളിയുണ്ട്. ഓക്കെ. കൻ, കാഫ്, കാഫ്. എന്താണ്? കാഫ്. നെക്ര വായിക്കാൻ കാഫിൻ്റെ വ്യത്യസ്ത ഹർക്കത്തോടു കൂടി വന്ന വേർഡ്സുകളാണ്. നമുക്ക് വായിക്കാം. ഖബറുൻ, ഖബറുൻ, ബസ്ഖുൻ, ബസ്ഖുൻ, സഖറുൻ, സഖറുൻ, അബ്ഖി, അബ്ഖി, ബഖാഉൻ, ബഖാഉൻ, അഖൂറുൻ, അഖൂറുൻ, റഖീബുൻ, റഖീബുൻ, ബർഖൻ, ഫിറഖുൻ, റിസ്ഖിൻ. ബർഖൻ, ഫിറഖുൻ, റിസ്ഖിൻ. കാഫ് കൊണ്ട് ഖുറാനിൽ വന്ന ചെറിയ ആയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കതിൽ കാഫ് വന്ന എഴുത്ത് രീതി മനസ്സിലാക്കാം. കുൽ, കുൽ ഫലിമ തഖ്തുലൂന. അപ്പോൾ ഇവിടെ കുൽ എന്ന് കാഫ് വന്നു. തക്ക് ഇടയിൽ എഴുതിയപ്പോൾ വന്ന എഴുത്ത് രീതി മനസ്സിലാക്കുക. പിന്നെ അംബിയാ അല്ലാഹി മിൻ ഖബൽ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ എഴുതിയപ്പോൾ എഴുത്ത് രീതി മനസ്സിലാക്കുക. തുടക്കത്തിൽ എഴുതിയപ്പോൾ ഇവിടെ വന്നു. ഇടയിൽ എഴുതിയപ്പോൾ ഉള്ള ഖാഫ് എഴുതിയ രീതി മനസ്സിലാക്കുക. ചേർത്ത് എഴുതുമ്പോൾ വന്നത് മനസ്സിലാക്കുക. അടുത്തതാ ലതർകബുന്ന തബഖൻ അൻ തബഖ്. തബഖൻ, കൻ ഫതഹ തൻവീൻ വന്നപ്പോൾ എഴുതി തബഖിൻ. മനസ്സിലാക്കുക. അവസാനിക്കുമ്പോൾ എഴുതിയത് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ഫഫരീഖൻ, കൻ. കസ്സബതും വഫരീഖൻ തഖ്തുലൂൻ. ഫരീഖൻ, തഖ്തുലൂൻ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി ചെറിയ വേർഡ്സുകളാണ്. കാഫ് വന്ന ചെറിയ വേർഡ്സുകളാണ്. അഖ്റബു, അഖ്റബു, ഫുഖറാഅ, ഫുഖറാഅ, തബഖൻ, തബഖൻ, ബിഖാദിരിൻ, ബിഖാദിരിൻ, ഫഖീറാ, ഫഖീറാ, റുസിഖു, റുസിഖു, റുസിഖു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വർക്കിൽ കിർദ്, കിർദ്, മങ്കി അല്ലേ മനസ്സിലാക്കാം. നിലവി നിറം നൽകണം. പിങ്ക് കളറിൽ കാഫ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ എഴുത്ത് രീതി മനസ്സിലാക്കിയിട്ട് അതുപോലെ പുറത്തുനിന്നാവാതെ നിറം നൽകാം. ഇവിടെ ബ്ലൂ കളറിലും അല്ലേ? കാഫ്, കാഫ്. ഇനി നിലവി. ഇനി എന്താ താഴെ? എന്താ താഴെയുള്ള 50 മാംഗോ ഉണ്ട് അല്ലേ?
അപ്പോൾ അതിൽ കാഫിന് നിറം നൽകാനാണ്. നമുക്ക് കാഫ്, ഇവിടെ കാഫ്, ഇവിടെയും കാഫ്, ഇത് താ വേണ്ട, കാഫ്, കാഫ്, ലോദിന് വേണ്ട കേട്ടോ. അപ്പോൾ കാഫുകൾക്ക് അപ്പോൾ നമുക്ക് യെല്ലോ മാംഗോ നൽകാമല്ലേ നിറം. പിന്നെ ഗ്രീന്, ലൈറ്റ് ഗ്രീന് നൽകിയാലാണ് നമുക്കിതിൽ കാഫ് കാണുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. ലോദിന് വേണ്ട കേട്ടോ. ഇനി നെർസും കാഫ് എഴുതുന്ന എഴുത്ത് വേർഡ്സുകളോട് കൂടെ ചേർന്ന് വരുമ്പോഴും ഇടയിൽ വരുമ്പോഴും ആദ്യത്തിൽ വരുന്നതും അവസാനിക്കുമ്പോൾ എഴുതും വരുന്നതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇത് ഒരു വേർഡ്സിൻ്റെ ആദ്യത്തിൽ എഴുതുകയാണ്. ഖസസുൻ വരുമ്പോൾ കാഫ് എഴുതി തുടങ്ങുന്നത് മനസ്സിലായില്ല. ഖസസുൻ പുള്ളിയിട. അടുത്തതാ രണ്ടാമത്തെ അക്ഷരമാണ് കാഫ്. സൊക്കുറുൻ, സൊക്കുറുൻ. അപ്പോൾ ഇടയിൽ സൊക്കുറുൻ അവിടെ ചെറുതാക്കിയാണ് എഴുതേണ്ടത്. പിന്നെ അടുത്ത അക്ഷരമാണ് ഇവിടെ എഴുതേണ്ടത് മനസ്സിലായില്ല. അടുത്തതാ അവസാനിക്കുകയാണ്. ഒരു കാഫ് കൊണ്ട് അവസാനിക്കുകയാണ്, ചേർത്ത് വന്നിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താണ് അബക്കി, അബക്കി. അപ്പോൾ അവസാനിക്കുമ്പോൾ കാഫ് കൊണ്ട് താഴോട്ടാക്കിയിട്ട് വേണം എഴുതാൻ, പുള്ളിയിടാൻ മനസ്സിലായില്ല. അബക്കി. ഇനിയാ നമുക്ക് തനിച്ച് എഴുതൂല, ചില വേർഡ്സിൻ്റെ അവസാനത്തിൽ ഒക്കെ എഴുതും. ഫിർഖുൻ കാഫ്. അപ്പോൾ എഴുതുന്ന രീതി മനസ്സിലാക്കുക. ഫിർഖുൻ ഇതിനോട് ചേർത്ത് എഴുതൂല, മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത എന്താണ്, താഴെയുള്ള വേർഡ്സിൽ കാഫിന് നമുക്ക് റൗണ്ട് വരയ്ക്കണം. കാഫ്. അപ്പോൾ കാഫും ഫാവും മാറിപ്പോകരുത്. ഫാഇനൊരു പുള്ളി, കാഫിന് 2 പുള്ളി ഉണ്ട്. അപ്പോൾ ഇവിടത്തേലില്ല. അപ്പോൾ വേഗം പോയിട്ട് റൗണ്ട് ഇടരുത് കേട്ടോ. ഇത് ഫാ ആണ്. അപ്പോൾ എക്സാമിനൊക്കെ അത് വരും. അപ്പോൾ നല്ല ഓർമ്മയിൽ ശ്രദ്ധിച്ചിട്ട് വേണം അല്ലേ. അപ്പോൾ ഫാഇന് 1 പുള്ളിയാണ്, കാഫിന് 2 പുള്ളി. അപ്പോൾ ഇവിടെ നമുക്ക് സൊക്കുറുൻ ഇവിടെ ഉണ്ട്. അടുത്തത് ഖസബുൻ ഇവിടെയുണ്ട് അല്ലേ. അടുത്ത് ഫജ്റുൻ ഇതിലില്ല അല്ലേ. ഇത് ഫ ആണ്, ഫജ്ർ. അടുത്തതാ ഖഷ്ഫുൻ ഇതിൽ ഫ ആണ്. അപ്പോൾ റൗണ്ട് ഇട്ടോ വരുത് കേട്ടോ ഫാഇന്. അടുത്തത് ഇഷ്കുൻ അവസാനത്തിൽ അല്ലേ. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. കാഫും വരുന്നത് കേട്ടോ. കാഫിന് 2 പുള്ളി ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കൂലേ, തെറ്റിക്കൂലല്ല. എക്സാമിനൊക്കെ അതൊക്കെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കണം. ഓക്കെ. അടുത്ത എന്താണ്, നക്തുബ് എഴുതണം അല്ലേ. നമുക്ക് ഹുഫ്രുൻ ഫ ആണ് ഇതിൽ വന്നത്, ഹുഫ്രുൻ. അപ്പോൾ നമുക്ക് 1, 2, 3, 4 ഈ കള്ളികളിൽ അതുപോലെ നോക്കി എഴുത്ത് രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഹുഫ്രുൻ പറഞ്ഞ് എഴുതട്ടാ, പഠിക്കുക. അടുത്തതാ സൊക്കുറുൻ, സൊക്കുറുൻ, സൊക്കുറുൻ. അപ്പോൾ ഇടയിലാണ് കാഫ് വന്നത്, എഴുത്ത് രീതി മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തത് ഖസബുൻ, ഖസബുൻ കാഫ് ഫസ്റ്റ് വന്നു അല്ലേ. അപ്പോൾ എഴുത്ത് രീതി മനസ്സിലാക്കുക. അതിനോടുകൂടി സ്വാദ് എഴുതിയതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതി പഠിക്കുക. അടുത്തതാ ഫജ്റുൻ, ഫജ്ർ ഇതിൽ ഫ ആണ് വന്നത്. കാഫ് പോലെ തന്നെയാണ്, പുള്ളി മാറ്റം ഉണ്ടാവുന്നുള്ളൂ, ശ്രദ്ധിക്കുക. അടുത്തതാ ഹഷ്ഫുൻ, ഹഷ്ഫുൻ ഇതിലും ഫ ആണ്, ശ്രദ്ധിക്കുക. പിന്നെ ഇഷ്കുൻ, ഇഷ്കുൻ. അപ്പോൾ അത് അവസാനിക്കുമ്പോൾ വന്ന് താഴോട്ടാക്കിയിട്ട് എഴുതിയത് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ അത് ചേർത്ത് എഴുതുമ്പോഴുള്ള എഴുത്ത് രീതി, അവസാനിക്കുമ്പോഴുള്ള എഴുത്ത് രീതി ഒക്കെ ഇവിടുന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. പിന്നെന്താണ്, നമുക്ക് താഴെയുള്ള അക്ഷരം വെച്ചിട്ട് വേർഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ അക്ഷരം കൊണ്ടുള്ള വേർഡ്സൊക്കെ. അപ്പോൾ നമുക്കത് ഓർമ്മ വേണം. അപ്പോൾ അവിടെ ബാ വെച്ചിട്ട് ബർദുൻ, ബർദുൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഹു, ഹിൻ്റെ ഹു ആണ് വേണ്ടത്. എന്താ എഴുതാം നമുക്ക്, ഹുബുസുൻ, ഹു ബ് സുൻ, ഹു, ഹു ബ് സുൻ. അപ്പോൾ ഹു ബ് സുൻ എഴുതാം, ഹുബുസുൻ. അടുത്തതാ സി, സി ദാലിന് കസറ, സി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സി ഇബുൻ, സി ഇബുൻ, സി ഇബുൻ. അപ്പോൾ ദാല് ചേർത്ത് എഴുതൂല. അപ്പോൾ ഫസ്റ്റ് ദാൽ എഴുതുക. സി എഴുതൽ എങ്ങനെയാണ്, ബാ പോലെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഹംസ ഇടലാണ്. അപ്പോൾ സി ബുൻ, ബുൻ, സി ബുൻ. ഓക്കെ, സി ബുൻ. അടുത്തതാ റ, റാ വെച്ചിട്ടാ, റാ വെച്ചിട്ട് നമ്മൾ മതിലിന് എന്ത് ചെയ്യുന്നു, റദ്മുൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. റ റദ്മുൻ, റ ദ് മുൻ. അപ്പോൾ അതൊന്നും ചേർത്ത് എഴുതുന്ന അക്ഷരങ്ങളല്ല. അപ്പോൾ അതൊക്കെ വേറെ വേറെ ആക്കി എഴുതും, റദ്മുൻ. ഓക്കെ. അടുത്തത് നീ സു, സു വെച്ചിട്ട് സീനിൻ്റെ വേർഡ്സിൽ നമ്മൾ എന്താ പഠിച്ചത്, സു വെച്ചിട്ട് നമ്മൾ സീനിനെ കുറിച്ച് പഠിച്ച പാഠത്തിൽ സയ്യാറ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ സീനിന് ലമ്മ നൽകുന്ന
എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സുറൂറിൻ, സുജൂദുൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ജുസൂറുൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സുറൂറിൻ എന്ന് എഴുതി കൊടുക്കാം. സുറൂറിൻ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് സോ വെച്ചിട്ടാ സൊബറുൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൊബറുൻ എഴുതി കൊടുക്കാം. സൊബറുൻ എഴുതാം. മനസ്സിലാക്കട്ടോ. പിന്നെ നൊക്കുമേൽ ഈ താഴെയുള്ള ബോക്സുകളൊക്കെ പൂരിപ്പിച്ച് കൊടുക്കണം. നമ്മളിതുവരെ പഠിച്ച അക്ഷരങ്ങൾ അലിഫ് തൊട്ടിട്ട് ഖാഫ് വരെ നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ അലിഫ്, ബാ, താ, സാ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും എഴുതുക. അലിഫ്, ബാ, താ, സാ 3 പുള്ളി, ജീമ്, ഹ, ദാല്, ദാല്, റാ, സായി, സീന്, ഷീന് 3 പുള്ളി, സോദ്, ലോദ്, തോ, പിന്നെ ലോ, ഐന്, ഒയിന്, ഖാഫ്. അപ്പോൾ ഓർഡറിൽ അക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അലിഫ്, ബ, താ, സാ, ജീമ്, ഹ, ദാല്, റാ, സായി, സീന്, ഷീന്, സോദ്, ലോദ്, തോ, ലോ, ഐന്, ഒയിന്, ഖാഫ്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ മിസ്സിംഗ് ലെറ്റർ എഴുതാൻ എക്സാമിന് വരും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് 24ാമത്തെ പാഠത്തിൽ ഖാഫ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.